ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് എണ്ണാൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോബി എന്ന് പറഞ്ഞിട്ട് പടം ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ ഞായറാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കുറച്ച് അത്യാവശ്യം ഞാൻ ലേറ്റ് ആയിപ്പോയി. സോറി, ഞാൻ ഉറങ്ങി, ഭയങ്കര ടയേർഡൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് മൂവി റിവ്യൂ ഇടാനൊക്കെ ബാഡായത്. ഈവൻ ഞാനിത് മുന്നേ കാണണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് കാണാൻ പറ്റിയ അപ്പോൾ ആരെങ്കിലും കൂടെ വേണം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. സോ അവസാനം ഞാൻ ഈ സാധനം കണ്ടു. എൻ്റെ മോനെ, ഇത് ഇങ്ങനെ ഞാൻ ഇത്ര എന്താ പറയുക കാത്തു നിന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇയാളുടെ മുന്നത്തെ പടമാണ് ജിജി വി വി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫുൾ നെയിം എന്തേലും പട്ടച്ചോനെ, ഒരു മിനിറ്റ്, ഗരുഡ ഗമന വൃഷഭ വഹന, ആ സാധനം. അത് ഞാൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷയമായിട്ട് തോന്നിയ ഒരു പടമാണത്. സോ നിങ്ങളത് കണ്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടോക്കാം. അത് ഭയങ്കര അടിപൊളി പടം, ഭയങ്കര കിടിലൻ പടം. ഇങ്ങനെ എന്താണെന്നൊരു താണ്ടപാടുണ്ട്, അത് വിഷയം പടം. സോ അത് കാരണമാണ് എനിക്ക് ടോബി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ പ്രതീക്ഷിച്ച പോലെ എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങേരെ അഭിനയം അവിടെ തന്നെ ഉണ്ട്, ഭയങ്കര അടിപൊളിയായിട്ട് അങ്ങേരെ അഭിനയിച്ചിട്ട് വിഷയം. നമുക്ക് ടോബിൻ്റെ സ്റ്റോറി ലൈൻ നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു പോലീസുകാരൻ ഒരു മിസ്സിങ് കേസായിട്ട് കാണുകയാണ്. ആ മിസ്സിങ് കേസ് ആരാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഭയങ്കര സീനുള്ള ഒരാളും, പിന്നെ ഇയാളുടെ സ്റ്റോറിയൊക്കെ അറിയുമ്പോൾ ഭയങ്കര അലമ്പായിട്ടുള്ള സ്റ്റോറി ആയിട്ട് വരികയാണ്. ചെറുപ്പം മുതലേ അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിലെ കാട്ടലമ്പാണ്. സോ അമ്മയും അച്ഛനും ആരാന്നറിയില്ല. പിന്നെ ഇങ്ങനെ പേരും അങ്ങനെയൊന്നുമില്ല, തോന്നിയത് ആൾക്കാർ വിളിക്കുക. അങ്ങനെ ഇയാൾക്ക് ഒരു പള്ളിയിലച്ഛനൊരു പേരിട്ട് കൊടുക്കുന്നു. ആ പേരിട്ട് കൊടുക്കുന്നത് കയ്യിലാണ് എഴുതി കൊടുക്കുക, സംസാരിക്കാൻ കഴിയില്ല. സോ കയ്യിലാണ് എഴുതി കൊടുക്കുക. സംസാരശേഷി എന്തോ അടി കിട്ടിയിട്ട് പോയതാണ്. ഈ കയ്യിൽ എഴുതി കൊടുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇവരിത് നല്ല മുതലാക്കിയിട്ട് അത് സ്റ്റാർട്ടിങ് മുതൽ ആ ഒരു സാധനം മുതൽ എൻ്റെ വരെ ഇടയ്ക്കിടയ്ക്ക് കിട്ടില്ല സീൻസ് വരുന്നുണ്ട്. സോ അങ്ങനെ ഈ കയ്യിലെഴുതി കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അയാളുടെ ലൈഫൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ പ്രതീക്ഷിക്കാതെ ഒരു അച്ചടക്കമില്ലാതെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ ഒരു ലൈഫാണ്. ആളാണെങ്കിൽ ഒരു നോർമലല്ല, ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയറൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറൊക്കെയാണ്. പിന്നെ എന്താ പറയുക, ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുന്നേ ഒരു കിടിലൻ ട്രാൻസിഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ലാഗ് നിങ്ങൾക്ക് ഫേസ് ചെയ്യും. പക്ഷേ ആ ലാഗ് എനിക്ക് അത്ര മോശമായിട്ട് തോന്നിയില്ല. ഞാൻ എടുത്തുള്ള കുറച്ച് പേരോടൊക്കെ ചോദിച്ചു, എനിക്കങ്ങനെ മോശമായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ റിവ്യൂ കണ്ടിട്ടുണ്ട്, ചിലവർക്ക് ചിലപ്പോൾ മോശമാവാൻ ചാൻസ് ഉണ്ട്. സോ അതിനുകൊണ്ട് ഞാൻ പറയാണ്, കാരണം എനിക്കൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ തോന്നാം ചിലപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞിട്ടൊരു എൻ സീനുണ്ട്, ഭയങ്കര കിടിലൻ സീൻസാണ്, നല്ല അടിപൊളി മാസ് സീനാണ്. പക്ഷേ മാസം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് സന്തോഷം തരുന്നൊരു മാസമല്ല, നമ്മളത്രയും ഡാർക്ക് അടിച്ച് കുത്തിരുന്നിട്ട് ഒരുള്ള മാസമാണ്. പിന്നെ മാത്രമല്ല, ഈ ഫസ്റ്റ് മുതൽ ചില സീൻസ് കാണിക്കുമ്പോഴേ നമുക്കറിയാം ഇതെങ്ങോട്ടാണ് എൻഡായിട്ട് പോകുന്നതെന്ന് കുറേയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇവരാ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടാക്കി വെച്ച സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അതിൽ അഭിനയിച്ച രാജ്ബി ഷെട്ടി, എൻ്റെ പൊന്നളിയ, എന്ത് മനുഷ്യനാസ്റ്റിയ, ഭയങ്കര അടിപൊളി. എനിക്ക് രാജ്ബി ഷെട്ടി എന്ന് വിളിക്കാൻ തോന്നുന്നില്ല ഈ പടം കണ്ടിട്ട്. ഈവൻ മറ്റേ പടം കണ്ടാൽ പോലും ഈ പടം കണ്ടിട്ട് എനിക്ക് ആളെ ആ പേര് വിളിക്കാൻ തോന്നുന്നില്ല, ടോബിന്ന് വിളിച്ചു പോവുക. കാരണം നമ്മളെ ചിലവർ പറയില്ലേ ഇയാൾ അഭിനയിക്കില്ല, ഇയാൾ അതാണ് എന്നുള്ള ആ ഒരു ഫീലാണ് എനിക്കിതിൽ പേഴ്സണലി തോന്നിയത്. അതിനുകൊണ്ട് തന്നെ എനിക്ക് അതിലും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സംഭവം ഇങ്ങനെ ഭയങ്കര കിടിലായിട്ട് നിൽക്കുമ്പോൾ മൂപ്പരുണ്ട് മുന്നിൽ വരുന്ന ഒരു കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട്, എൻ്റെ മോനെ എനിക്കുള്ള സന്തോഷമുണ്ട്. ഞാൻ അങ്ങനെ അവിടെ അങ്ങനെ തപ്പി കളിക്കുന്നു, അളിയാ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പറയണോ, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മൂപ്പരെടുത്ത് പറയണം, എനിക്ക് പറയണോ, ഇങ്ങനെ ഞാൻ എന്നിട്ട് അടിപൊളി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പോരാ. അപ്പോൾ ഞാൻ തരുന്ന ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഭയങ്കര ഹൈപ്പിലും അങ്ങോട്ട് പിന്നെ സെറ്റായിട്ട് ഞാൻ മൂപ്പരോടൊന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ലൈഫിലാദ്യമായിട്ടാണ് ഒരു പടം കണ്ടിട്ട് അതിലഭിനയിച്ച കിഡിലായിട്ട് ഫീൽ ചെയ്തിട്ട് അതിലഭിനയിച്ച ആ നടനോട് നട നിങ്ങൾ കിഡിലനായുണ്ട്, ഭയങ്കര അടിപൊളിയായുണ്ട്, വിഷയമായിക്കണെന്ന് എനിക്ക് പറയാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. സോ അത്രയും സന്തോഷമായിട്ടുണ്ട് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആ പടം കണ്ടതിനെക്കാട്ടും എനിക്ക് സന്തോഷം ആ ഒരു വ്യക്തിയോട് നല്ല പടം നല്ല അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് പറ്റിയതാണ്. സാധാരണ ഞാൻ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് എടുത്തുള്ളവരോട് പറയും, അല്ലെങ്കിൽ ഇതേപോലെ ക്യാമറയിൽ മുന്നിൽ വന്നിട്ട് പറയും, അല്ലാണ്ട് എനിക്ക് ആ വ്യക്തിനോട് നേരിട്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് നിങ്ങളൊന്ന് പറ്റുമെങ്കിലൊന്ന് കണ്ടു നോക്കുക, കാരണം എനിക്കിഷ്ടപ്പെട്ടു, നല്ലൊരു പടമാണ്. പിന്നെ നിങ്ങൾ മാസ് സീനൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ ഒരിക്കലും ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല പടം വന്ന്, കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പടമാണ്.
വേറൊരു കാര്യം ഞാൻ വിട്ടുപോയി. സെക്കൻഡ് ഹാഫിൽ ഇതിലൊരു കോയിൻ ബേസിൽ ഒരു സ്റ്റോറി വരുന്നുണ്ട്. എൻ്റെ മോനെ, ₹1 ഒരു കോയിൻസിൻ്റെ സ്റ്റോറിയാണ്. പക്ഷേ ഇത് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുമ്പോഴുള്ള ഫീലുണ്ടല്ലോ, എൻ്റെ അളിയ ഭയങ്കര അടിപൊളി. എനിക്ക് ആ ഒരു കോയിൻ്റെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പറ്റെങ്കിൽ എന്താ സബ് ഇട്ടോ, പിന്നെ ലൈക്ക് ഇട്ടാൽ എന്തായാലും നിങ്ങൾ കണ്ടില്ലേ, ലൈക്ക് ഇട്ടാൽ എന്ത് വെക്കാനാണ് ലൈക്ക് ഇട്ടാൽ. അപ്പോൾ നമുക്ക്